തൃശൂർ പൂരം മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ DGPയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം ഇന്ന് ചേർന്നു. വെടിക്കെട്ട് നടക്കുന്ന തേക്കിൻകാട് മൈതാനി DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് സന്ദർശിച്ചു. പഹൽഗാം ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരത്തിന് സുരക്ഷ വർദ്ധിപ്പിച്ചതായി DGP പറഞ്ഞു. അതിനിടെ പൂരം കാണാൻ മുഖ്യമന്ത്രിയെയും ഗവർണറെയും തിരുവമ്പാടി ദേവസ്വം നേരിട്ട് ക്ഷണിച്ചു. കഴിഞ്ഞ വർഷം തൃശൂർ പൂരം വെടിക്കെട്ട് സംബന്ധിച്ചുണ്ടായ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളും മുന്നൊരുക്കങ്ങളുമാണ് പോലീസും ജില്ലാ ഭരണകൂടവും നടത്തുന്നത്. ഇതിന്റെ ഭാഗമായാണ് യോഗം ചേർന്നത്. പൂരം നടത്തിപ്പിന് 1000-ലധികം പോലീസുകാരെ വിന്യസിക്കും. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കമാൻഡോകളെ അടക്കം നിയോഗിച്ച് സുരക്ഷ വർദ്ധിപ്പിക്കുമെന്നും DGP. പഹൽഗാം ഇൻസിഡന്റിന് ശേഷം സുരക്ഷ കൂടുതൽ ആക്കാൻ വേണ്ടി ആന്റി സബോട്ടേജ് ടീംസും കൂടി കൂടുതൽ എണ്ണത്തിൽ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്. മിക്കവാറും എല്ലാ സീനിയർ ഉദ്യോഗസ്ഥരും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ തെരഞ്ഞെടുത്തിട്ട് ഈ തവണ ഡ്യൂട്ടിക്ക് ഇടുന്നത്. മൈതാനത്ത് വെടിക്കെട്ടിന്റെ ഫയർ ലൈനായി നിശ്ചയിച്ച മേഖലയും പൂരം വരുന്ന മേഖലകളും DGPയുടെ നേതൃത്വത്തിൽ പരിശോധിച്ചു. പൂരം കാണാൻ മുഖ്യമന്ത്രിയെയും ഗവർണറെയും തിരുവമ്പാടി ദേവസ്വം നേരിട്ട് ക്ഷണിച്ചു. പൂരം കാണാൻ എത്തുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും നല്ല രീതിയിൽ പൂരം നടക്കുമെന്ന ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്നും തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ സുന്ദർ മേനോൻ. പൂരത്തിന് CM-നെ ക്ഷണിക്കാൻ വന്നാണ്. അദ്ദേഹം വരും എന്നൊരു ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായത് നമുക്ക് എല്ലാവർക്കും അറിയാം. നല്ല രീതിയിൽ ചർച്ച ചെയ്ത് ഇത് വളരെ നല്ല രീതിയിൽ നടത്താനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മെയ് 6-നാണ് തൃശൂർ പൂരം. 24 തൃശൂർ. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് സുന്ദർ മേനോനാണ് രാജ്ഭവനിലെത്തി കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കറെ നേരിട്ട് ക്ഷണിച്ചത്. എന്തായാലും അദ്ദേഹം പൂരത്തിനെത്തും എന്ന സൂചന നൽകിയെന്നാണ് നമുക്ക് രാജ്ഭവനിൽ നിന്ന് ലഭിക്കുന്ന വിവരം.